സാമ്പത്തികമായ ഐശ്വര്യം അള്ളാഹു നൽകാൻ, നമ്മുടെ ദാരിദ്ര്യം മാറാൻ, പട്ടിണി, കഷ്ടപ്പാട്, പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സമ്പത്ത് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കാൻ, നല്ല ജോലി ലഭിക്കാൻ, നല്ല വരുമാനം ലഭിക്കാൻ ഇൻഷാ അല്ലാഹ് 4 ഖുർആനിക ആത്മീയ പരിഹാര മാർഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പരിചയപ്പെടുകയാണ്. വീഡിയോ മുഴുവനായി കേൾക്കുക, മജ്ലിസിന്റെ ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ഒരുപാട് ആളുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെയും മുറാദുകളെ ഹാസിലാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന കോടാനകോടി അനുഗ്രഹങ്ങളുണ്ട്. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ നാം എണ്ണുകയാണെങ്കിൽ നമുക്കത് ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഒരു അനുഗ്രഹമാണ് സമ്പത്ത് എന്നുള്ളത്. സാമ്പത്തികമായ ഐശ്വര്യം ലഭിക്കാൻ, നല്ല ജോലി ലഭിക്കാൻ, നല്ല ജോലി ലഭിക്കുമ്പോഴാണ് നല്ല വരുമാനം ലഭിക്കുക. നല്ല വരുമാനം ലഭിക്കുമ്പോഴാണ് സാമ്പത്തികമായ ഐശ്വര്യവും അഭിവൃദ്ധിയും കടന്നു വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ നൽകിയ ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് സമ്പത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കാനുള്ള ആത്മീയമായ 4 വിഷയങ്ങളാണ് ഈ മഹത്തായ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബുദ്ധിപരമായ വിഷയം മറ്റൊരു വശമാണ്, അതും നമ്മൾ ചെയ്യേണ്ടതാണ്. സബബുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം ചോദിക്കുമ്പോൾ സബബുകൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. സബബുകൾ ചെയ്യുക എന്നുള്ളത് വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. ചെറിയൊരു ഉദാഹരണം പറയട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കേണ്ടതും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതും ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണത്. അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ്. അള്ളാഹുവാണത് നിർവഹിക്കേണ്ടത്. കാരണം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്നത്. അള്ളാഹു എന്നെ നോക്കിക്കൊള്ളും, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിക്കൊള്ളും എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി മദീനയിലേക്ക് നടന്നു പോവുകയല്ല ചെയ്തത്. മറിച്ച് ശത്രുക്കളെ കാണാതിരിക്കാൻ വേണ്ടി ഗുഹക്കുള്ളിൽ ഒളിച്ചിരിക്കുക എന്നുള്ള സബബ് ചെയ്തിട്ട് റബ്ബിനോട് സഹായം ചോദിച്ചു എന്നുള്ളതാണ്. അപ്പൊ എന്നതുപോലെ സബബ് ചെയ്യുക എന്നുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് അത് നമ്മൾ ചെയ്യേണ്ടുന്ന രൂപത്തിൽ ചെയ്യണം. അത് വിശദീകരിച്ച് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സാമ്പത്തികമായ ഐശ്വര്യം, അഭിവൃദ്ധി നമുക്ക് നൽകാൻ, ഭർത്താക്കന്മാരുടെ ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ, മക്കളുടെ ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ, നമ്മുടെ കുടുംബത്തിൽ ബറക്കത്തുണ്ടാകാൻ, നമ്മുടെ ജീവിതത്തിന്റെ ദുനിയാവിന്റെ ആഗ്രഹങ്ങളും അനുഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ, സ്വന്തമായൊരു വീടും സ്വന്തമായൊരു വാഹനവും നേടിയെടുക്കാൻ, കടമില്ലാതെ ജീവിക്കാൻ, അതുപോലെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കാൻ, ദാരിദ്ര്യവും കഷ്ടപ്പാടും പട്ടിണിയും അറിയാതെ ജീവിക്കാനൊക്കെ സമ്പത്ത് അത്യാവശ്യമാണ്. സാമ്പത്തികമായ ഐശ്വര്യം ലഭിക്കാനുള്ള 4 വിഷയങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ 4 വിഷയങ്ങളും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തുകൊള്ളുക, ഫലം കിട്ടും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും നമ്മൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊക്കെയാണ്? ഒന്നാമത്തെ വിഷയം എന്നുള്ളത് സൂറത്തുൽ വാഖിഅ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അത്ഭുതകരമായ സൂറത്താണ് സൂറത്തുൽ വാഖിഅ. സൂറത്തുൽ വാഖിഅയുടെ തഫ്സീർ നമുക്ക് കാണാൻ കഴിയും. അതിൽ സൂറത്തുൽ വാഖിഅയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികളുടെ ചരിത്രം പറയുന്നുണ്ട്, പിൻഗാമികളെ കുറിച്ച് പറയുന്നുണ്ട്, ദുനിയാവിന്റെ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്, ആഖിറത്തിന്റെ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ സ്വർഗാവകാശികളെ കുറിച്ച് പറയുന്നുണ്ട്, നരകാവകാശികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇവരെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സൂറത്തുൽ വാഖിഅ നിങ്ങൾ പഠിക്കുക എന്ന് പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅയുടെ തഫ്സീറിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, എല്ലാ ദിവസവും രാത്രിയിൽ സൂറത്തുൽ വാഖിഅ നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ലം തുസിബുഹു ഫാഖത്തുൻ അബദ, ഒരിക്കലും ദാരിദ്ര്യത്തിന്റെ കൈപ്പിനീര് അവനും അവന്റെ കുടുംബവും അനുഭവിക്കേണ്ടി വരില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ഈമാനോടെ നമ്മൾ ചെയ്യണം, നല്ല തവക്കുലോടെ നമ്മൾ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം തരൂല. ഒരുപാട് സമ്പത്ത്
സമ്പത്ത് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമ്മൾ വലിയ സമ്പന്നനാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നില്ലെങ്കിൽ പോലും അള്ളാഹു നമുക്ക് വേണ്ടതൊക്കെ വേണ്ട സമയത്ത് തരും. നല്ല ഈമാനോടെ നമ്മൾ എല്ലാ ദിവസവും രാത്രി ഓതിയാൽ മതി, ഒരിക്കലും നമ്മൾ പ്രയാസപ്പെടേണ്ടി വരില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായ ഐശ്വര്യം അഭിവൃദ്ധിയും നൽകാനും ദാരിദ്ര്യമില്ലാതിരിക്കാനുമുള്ള ഒന്നാമത്തെ മാർഗം സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഡെയിലി എല്ലാ ദിവസവും രാത്രി നമ്മൾ പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു മാർഗം എന്നുള്ളത് വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്താണ്. സൂറത്ത് മറ്റൊന്നുമല്ല, സൂറത്തുൽ ഇൻശിറാഹ്. പരിശുദ്ധമായ ഖുർആനിന്റെ അവസാന ഭാഗത്തുള്ള സൂറ. പരിശുദ്ധമായ ഖുർആനിലെ 94ാമത്തെ സൂറ, സൂറത്തുൽ ഇൻശിറാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب صدق الله مولانا العلي العظيم. സൂറത്തുൽ ഇൻശിറാഹ്. ഈ സൂറത്തിൽ 2 പ്രാവശ്യം അള്ളാഹു പറഞ്ഞൊരു സംഭവമുണ്ട്, ആവർത്തിച്ചു പറഞ്ഞു. ഞെരുക്കത്തിന് ശേഷം എളുപ്പമുണ്ട്. വീണ്ടും അള്ളാഹു പറയുന്നു, പ്രയാസത്തിന് ശേഷം എളുപ്പമുണ്ട്. എന്തൊരു ആശ്വാസം നൽകുന്ന അത്ഭുതകരമായ സൂറത്താണ്. ഏതൊരു കയറ്റം കയറിയാലും ഒരു ഇറക്കമുണ്ട്, ഏത് പ്രയാസത്തിന് ശേഷം ഒരു എളുപ്പമുണ്ട്. സൂറത്തുൽ ഇൻശിറാഹ് അത്ഭുതകരമായ സൂറത്താണ്. ആ സൂറത്ത് ഇൻശിറാഹ് 8 ആയത്തുള്ള ഈ സൂറത്ത്, പരിശുദ്ധമായ ഖുർആനിലെ ഈ അത്ഭുതകരമായ സൂറത്ത് എല്ലാ നമസ്കാര ശേഷവും 5 നേരവും നമസ്കാരം കഴിഞ്ഞ് നമസ്കാരത്തിന്റെ പ്രത്യേകമായ വിറുദുകളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം 41 തവണ നമ്മൾ ചൊല്ലി വന്നു കഴിഞ്ഞാൽ അള്ളാഹു സാമ്പത്തികമായ ഐശ്വര്യം അഭിവൃദ്ധി നൽകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. സൂറത്തുൽ ഇൻശിറാഹ് ചേർത്ത് പിടിക്കുക. എല്ലാ നമസ്കാരവും 5 നേരം നമ്മൾ നമസ്കരിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമസ്കാരം വളരെ കൃത്യമായിരിക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇറങ്ങാൻ അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ സൂറത്തുൽ ഇൻശിറാഹ് 5 നേരം നമസ്കരിക്കുകയും ആ നമസ്കാരത്തിന് ശേഷം ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 7 ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടുമെന്നാണ് ഇമാം നാസിരി റഹിമഹുല്ലാഹ് പഠിപ്പിച്ചത്. 7 ദിവസം ഇൻഷാ അല്ലാഹ് നമ്മൾ ശ്രമിച്ചു നോക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം ഇറങ്ങുന്നത് വരെ നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. എല്ലാ നമസ്കാര ശേഷവും ഇൻഷാ അല്ലാഹ് നമ്മൾ പതിവാക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അതാണ് രണ്ടാമത്തെ മാർഗം. മൂന്നാമത്തെ ഒരു മാർഗം എന്നുള്ളത് ഇസ്തിഗ്ഫാറാണ്. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്റെ സൂറത്തു നൂഹ് അത്ഭുതകരമായ വചനങ്ങൾ പരിചയപ്പെടുത്തിയതുപോലെ യുംദിദുകും ബി അംവാൽ, വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞതാണ്. വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞതാണ്. യുംദിദുകും ബി അംവാൽ, ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ സാമ്പത്തികമായ പുരോഗതി നൽകും. യുംദിദുകും മദ് അള്ളാഹു പിടിച്ചു നീട്ടും എന്നാണ് അർത്ഥം. മദ് നമ്മൾ തജ്വീദിന്റെ വിഷയത്തിൽ ശദ്ദും മദ്ദൊക്കെ പറയാറുണ്ട്. എന്താ മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലല്ലാലീൻ, പിടിച്ചു നീട്ടലാണ്. മദ് എന്ന് പറഞ്ഞാൽ പിടിച്ചു നീട്ടും. അപ്പോൾ സാമ്പത്തികമായി അള്ളാഹു നമ്മൾ നീട്ടുമെന്നാണ് ഖുർആന്റെ പ്രയോഗം. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ, അത് ഏത് ഇസ്തിഗ്ഫാർ? ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഉണ്ട്, സാധാരണ അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ഇസ്തിഗ്ഫാർ ഉണ്ട്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ളതുണ്ട്, അതുപോലെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി. ഇങ്ങനെ വ്യത്യസ്തമായ സ്വീകകൾ നമുക്ക് ആ വിഷയത്തിൽ കാണാൻ കഴിയും. ഏത് രൂപമാണെങ്കിലും ഇസ്തിഗ്ഫാർ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് മറ്റൊരു മാർഗം എന്നുള്ളത്. നാലാമത്തെ ആത്മീയ പരിഹാര മാർഗം എന്നുള്ളത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ അത്ഭുതകരമായ ചില വിഷയങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തികമായ ഐശ്വര്യം അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് നമ്മുടെ മഹത്തുക്കൾ, നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചതാണ്. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് 100 വട്ടം പാരായണം ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ്
വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സദഖല്ലാഹുൽ അദീം. ഈ സൂറത്തുകൾ നമ്മൾ ചെറിയ സൂറത്ത് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ്. അത് ഓതുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ സൂറത്ത് ഇഖ്ലാസ് 100 പ്രാവശ്യം ദിവസം ജുമഅയ്ക്ക് ശേഷം 100 പ്രാവശ്യം നമ്മൾ ഓതുക. സ്ത്രീകളാണെങ്കിൽ ളുഹറിന് ശേഷം, വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ ളുഹറിന് ശേഷം 100 പ്രാവശ്യം ഓതുക. അങ്ങനെ 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയതിനു ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു 100 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുക. ഏത് സ്വലാത്ത് നമുക്ക് സ്വീകരിക്കാം? സ്വലാത്തു തിബ്, സ്വലാത്തു താജ്, സ്വലാത്തു നാരിയ, സ്വലാത്തുൽ ഫാത്തിഹ്, ഏത് സ്വലാത്ത് നമുക്ക് സ്വീകരിക്കാം. ആ സ്വലാത്ത് ഏതെങ്കിലും ഒരു സ്വലാത്ത് 100 പ്രാവശ്യം ചൊല്ലുക. അതിന് ശേഷം അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക് എന്ന് 70 പ്രാവശ്യം ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അടുത്ത ജുമഅക്ക് മുമ്പായി സാമ്പത്തികമായ പ്രയാസം അള്ളാഹു നീക്കി കൊടുക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കാൻ ഇൻഷാ അല്ലാഹ് നല്ല ഈമാനോടെ നമ്മൾ ചെയ്യുക. സാമ്പത്തികം എന്നുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമാണ്. അള്ളാഹു എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന്റെ ഖജനാവ് നമ്മുടെ വീടുകളിലേക്ക് തുറക്കപ്പെടാം, നമ്മുടെ വീടുകളിലേക്ക് ഒഴുകാം. പ്രാർത്ഥനകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, ആത്മീയ പരിഹാര മാർഗങ്ങൾ ചെയ്യുക, അതോടൊപ്പം സബബുകളും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദാരിദ്ര്യം മാറ്റി തരട്ടെ, നമ്മുടെ കഷ്ടപ്പാട് മാറ്റി തരട്ടെ, നമ്മുടെ കടങ്ങൾ മാറ്റി തരട്ടെ. നമുക്ക് വേണ്ട സമ്പത്ത് അള്ളാഹു വേണ്ടതുപോലെ നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സാമ്പത്തികമായ അനുഗ്രഹം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.